ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 10-20 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിനിടയിൽ ബൈബിളിൽ നമുക്കായി വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം അച്ഛന് ലഭിച്ചിട്ടുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതം, വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിവാക്കും. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്നവൻ. വലിയ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും ബലവാനായൊരു ദൈവത്തെ, വലിയ മഹാശക്തനായ സർവശക്തനായ ദൈവത്തെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിരിക്കുകയാണ്. എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം ബലവാനും അമർത്യനുമാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അനുഭവപ്പെടുന്നത്? യെശയ്യായുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുലിഖിതം, പാവപ്പെട്ടവന് അവിടുന്ന് ഉറപ്പുള്ള അഭയമാണ്, ദരിദ്രൻ്റെ കഷ്ടതകളിൽ ഉറപ്പുള്ള സങ്കേതം, കൊടും വെയിലിൽ തണലും കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് അനുഭവത്തിലൂടെയാണോ ആ വ്യക്തി കടന്നു പോകുന്നത്, അവിടെ ആ മനുഷ്യൻ്റെ അത്താണിയായി ഒരു തണലായി മാറുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവമെന്ന് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ കാല ശുശ്രൂഷകളിൽ കർത്താവ് അത് ബോധ്യം തന്നു. ഒരാളുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോസമ്മ ജോർജ്. ഞാൻ ചേർത്തലയിൽ സെൻറ്റ് മാർട്ടിൻ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കൺവെൻഷന് വന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞിന് ലുക്കീമിയാണെന്ന് ഡോക്ടർ പറഞ്ഞതിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ എനിക്കൊരു വീട് ഇവിടെയുണ്ട്, അവിടെ വന്ന് താമസിച്ചുകൊണ്ട് വന്നതാണ്. ആദ്യത്തെ ദിവസം കൺവെൻഷൻ്റെ സമയത്ത് ഒരാൾ പറയുന്നത് വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ട്, ദുബായിൽ ജോലിയുള്ള ആളായിരുന്നു, 10-20 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ ഞാൻ ഉടനെ അവിടെ കേട്ടിട്ട് ആ മനുഷ്യന് പെട്ടെന്ന് ജോലി ലഭിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ, എൻ്റെ മകൻ്റെയും ജോലി പോയിരിക്കുകയാണല്ലോ, അവനും ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ദൈവം തരും എന്നോർത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ഒരാള് സാക്ഷ്യം പറയുന്നത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നല്ലൊരു തോന്നിപ്പോടുത്ത്, വീട്ടിൽ ഒരു മകൻ്റെ ജോലി ഇല്ലാതിരിക്കില്ല, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചൂടെ? അമ്മ ഉടനെ പറഞ്ഞു, ദൈവമേ എനിക്കും ഒരു മകനുണ്ട്, ജോലി ഇല്ലാതിരിക്കുകയാണല്ലോ, അവനും ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നല്ലോ. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഷാർജയിൽ ജോലിയിൽ അവൻ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുകയാണ്. 3 മാസത്തിലേറെയായി ജോലി നഷ്ടപ്പെട്ട് വളരെ കഷ്ടത്തിലിരിക്കുമ്പോഴാണ് കൊച്ചിന് ഈ രോഗം കൂടി ആയത്. അന്നേരം ഇത് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കിനും മോൻ വിളിച്ച് പറഞ്ഞ് എൻ്റെ ജോലി ശരിയായി. ഒത്തിരി സ്ഥലത്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. 2 സ്ഥലത്ത് ജോലി ശരിയായി. 2 സ്ഥലത്ത് ജോലി ശരിയായിരുന്നു. വൈകുന്നേരം പകല് അമ്മ ഇവിടെ കൺവെൻഷൻ, ഇന്നലെ മിനിയാന്ന് ഇവിടെ കൺവെൻഷൻ കൂടിയിട്ട് പ്രാർത്ഥിച്ച് തിരിച്ച് എന്നപ്പോൾ വൈകുന്നേരം മോൻ ഷാർജയിൽ നിന്ന് വിദേശത്ത് നിന്ന് വിളിച്ച്, അമ്മ 2 സ്ഥലത്ത് നിന്നാണ് ജോലിക്ക് ഓഫർ വന്നിരിക്കുന്നത്, എന്താ ചെയ്യാന്ന് പോയി സാക്ഷ്യം പറയണം അമ്മച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും ഇവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതേമാതിരി ഇവിടെ കൺവെൻഷന് ഒരാൾ സാക്ഷ്യം പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മയുടെ ഉള്ളിൽ തോന്നൽ, എൻ്റെ മകന് 3 മാസമായിട്ട് ജോലി ഇല്ലല്ലോ, വലിയ കഷ്ടത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, കർത്താവേ ഒരു ജോലി കൊടുക്കണേ. വൈകുന്നേരം ചെന്ന് പറഞ്ഞാണ് 2 സ്ഥലത്തുനിന്ന് ജോലിക്ക് വിളി വന്നിരിക്കുകയാണ്, അമ്മ വേഗം പോയി സാക്ഷ്യം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 68-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ, തൻ്റെ വിശുദ്ധ നിവാസത്തിൽ ദൈവം അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്, അഗതികൾക്ക് വസിക്കാൻ അവിടുന്ന് ഇടം നൽകുന്നു, തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ,
കർത്താവായ യേശുവേ, ഈ സാക്ഷ്യത്തിൽ ആ എളിയ ദൈവപൈതൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും അവിടുന്ന് ഈ സായാഹ്നത്തിൽ ഈ രാത്രിയിൽ ഇടപെടണമേ കർത്താവേ. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഇടപെടണമേ, ഇടപെടണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. യേശുവേ, യേശുവേ, കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷകൾ നൽകണമേ, കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷകൾ നൽകണമേ. യേശുവേ, യേശുവേ, വിടുതൽ നൽകുന്ന സാന്നിധ്യം നൽകണമേ, വിടുതൽ നൽകുന്ന സാന്നിധ്യം നൽകണമേ. യേശുവേ, യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കെട്ടുകൾ അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ. ബന്ധനങ്ങൾ തകർക്കണമേ, ബന്ധനങ്ങൾ തകർക്കണമേ. അന്ധകാര കോട്ടകൾ തകർക്കണമേ, അന്ധകാര കോട്ടകൾ തകർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഈ സമയം നമ്മൾ വിശ്വസിക്കണം. മർക്കോസിന്റെ സുവിശേഷം 11:24. So I tell you, whatever you ask for in prayer, believe that you have received it and it will be yours. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടെ നിറഞ്ഞു വരണമേ കർത്താവേ. അവിടെ നിന്ന് പ്രവർത്തിക്കണം. ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കണ്ണിരുപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. അത്ഭുതങ്ങൾ കണ്ടിടുവാനാ കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർക്കു വിളിക്കട്ടെ. അത്ഭുതങ്ങൾ കണ്ടിടുവാനാ കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർക്കു വിളിക്കട്ടെ. കണ്ണീരൊപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. യേശുവേ, കരുണ തോന്നണമേ കർത്താവേ. ഓരോ കുടുംബത്തിന് കണ്ണുനീരൊപ്പണമേ കർത്താവേ. രോഗത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. കടബാധ്യത കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. ജോലി തടസ്സങ്ങൾ മാറ്റണമേ കർത്താവേ. രോഗങ്ങളെ എടുത്തു മാറ്റണമേ കർത്താവേ. രക്ഷ നൽകണമേ, വിടുതൽ നൽകണമേ. ഗ്ലോറി, ഗ്ലോറി. മുഖ്യദൂതാമികായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനാ പൊരുതണമേ എന്നും. വലിയ ആഗ്രഹത്തോടെ ദൂതാമികായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനാ പൊരുതണമേ എന്നും. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൽ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൽ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. കാവൽ നിൽക്കണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വേലകൾ നൽകിയിടണമേ കർത്താവേ, അതിശയമായി ഇടപെടണമേ. ഇപ്പോൾ വ്യാപരിക്കണമേ. നൽകിയിടണമേ ഈശോ. ഓരോ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവവേലകൾ ഓരോ സമൂഹത്തിലേക്ക് നിറയണമേ. നാഥാ. രാജാവേ, നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. നൽകിയിടണമേ ഈശോ. നൽകിയിടണമേ ഈശോ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന
ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവികമായ സ്നേഹം ഒഴുകട്ടെ. ഓരോ ഹൃദയങ്ങളിലേക്ക് ദൈവശക്തി നിറയട്ടെ. എല്ലാ അന്ധകാരങ്ങളും തകരട്ടെ. അഭിഷേകം നിറയട്ടെ. സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ. വെറുപ്പ് വൈരാഗ്യം വിട്ടുമാറി പോകട്ടെ. വചനം ശ്രമിക്കൽ തടസ്സങ്ങൾ മാറട്ടെ. ഉറക്കവും അന്ധതയും വിട്ടുമാറി പോകട്ടെ. പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. അവിശ്വാസ പീഡ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. അവിടുന്ന് നിറയണമേ കർത്താവേ. അവിടുന്ന് വലയം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം. ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുവീൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഏറ്റു പറയാം. ഹെബ്രായ 13:7 ഒന്ന് ഏറ്റു പറയാം. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുവിൻ. അവകാശപ്പെട്ടത് നൽകുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവൻ ആദരം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മേൽക്കുമേൽ ദൈവകൃപ ഉണ്ടാകാനും കുടുംബം തകർന്നു പോകാതിരിക്കാനും വേണ്ടി ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അത്ഭുത പാക്കേജാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം വലം മറ്റുള്ളവരുമായി പെരുമാറുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം. ആദരം അർഹിക്കുന്നവരുണ്ട്, അവർക്ക് ആദരം കൊടുക്കണം. ബഹുമാനം അർഹിക്കുന്നവരുണ്ട്, അവർക്ക് ബഹുമാനം കൊടുക്കണം. സ്നേഹം അർഹിക്കുന്നവരുണ്ട്, അവർക്ക് സ്നേഹം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വളരെ അടുത്ത ഒരു സഹപ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ അച്ഛൻ. അച്ഛൻ ഇപ്പോൾ UK-യിൽ ബർമിംഗ്ഹാം കേന്ദ്രമാക്കി ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം അച്ഛൻ പറഞ്ഞു. ഇന്നും അച്ഛൻ വളരെ കുളിർമയോടെ ഓർക്കുന്ന ഒരു അനുഭവമാണ്. അച്ഛൻ ഒരു സ്കൂളിൽ പഠിപ്പ് കഴിഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ്. ഒരു ദിവസം അച്ഛൻ്റെ അമ്മ അച്ഛനെ വിളിച്ച്, എന്നിട്ട് അങ്ങനെ പഠിച്ച പഴയ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പാക്കറ്റ് കുറേ സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി നിറച്ചിട്ടുണ്ട്, ഒരു സഞ്ചി സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളുമായി ചെന്നിട്ട് അച്ഛനെ പഠിപ്പിച്ച ടീച്ചർ, അവിടുത്തെ ക്ലാസ് ടീച്ചറോ പ്രധാനാധ്യാപികയോ ആ മെയിൻ ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് ഇതെല്ലാം അങ്ങോട്ട് കൊടുത്ത്, എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ ആ ടീച്ചർ ഈ അച്ഛനങ്ങനെ അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ആ ഒരു ഓർമ്മ ഇന്നും അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ കുളിർമയായി നിൽക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, അതിനുശേഷം അച്ഛൻ അടിക്കടി ഉയർച്ച, അടിക്കടി പുരോഗതി, അച്ഛനത് സന്തോഷത്തോടെ ഓർമ്മിച്ചത് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിച്ച ഗുരുഭൂതന്മാർ, നമുക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷ ചെയ്തവർ, നമ്മളെ വളർത്തിയ മാതാപിതാക്കന്മാർ, ഇങ്ങനെ ഇടം വലം നോക്കിയാൽ നമ്മുടെ സ്നേഹം അർഹിക്കുന്നവർ, നമ്മുടെ ആദരം അർഹിക്കുന്നവർ, നമ്മുടെ ബഹുമാനം അർഹിക്കുന്ന ധാരാളം ആളുകളെ ദൈവം നമുക്ക് ചുറ്റിലുമാക്കിയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ബഹുമാനത്തോട് ആദരവോടുകൂടെ കാണുമ്പോൾ നമ്മുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനം കൊടുക്കേണ്ടതിന് പകരം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നത് ബഹുമാനിക്കേണ്ടവരെ അധിക്ഷേപിക്കുക, ആദരിക്കേണ്ടവരെ നിന്ദിക്കുക, അവരുടെ കണ്ണുനീരൊഴുക്കാൻ കണ്ണുനീര് ഇടവരുത്തുക, അവരെ പുച്ഛിക്കുക,
അവരോട് ധിക്കാരത്തോടെ പെരുമാറുക, അവരുടെ കുറ്റവും കുറവൊക്കെ പരമാവധി മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഇകഴ്ത്തുക. സ്വന്തം അമ്മയുടെ കുറ്റം പറഞ്ഞു നടക്കരുത് മക്കളെ. സ്വന്തം അപ്പൻ്റെ കുറ്റം അങ്ങനെ നാട്ടിൽ മുഴുവൻ പാട്ടാക്കരുത്. അപ്പനെയും അമ്മയെയും ആദരിക്കുന്നത് പോലെ ആദരിക്കണം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തൊരാരാ ഉള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ഗുരുഭൂതന്മാരുടെ, നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരെയും നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയും അധിക്ഷേപിക്കരുത്. അവരുടെ അധിക്ഷേപങ്ങൾ, അവരുടെ കുറവുകൾ സമൂഹത്തിലും നാട്ടിലും വീട്ടിലെല്ലാം പറഞ്ഞ് അവരെ അധിക്ഷേപത്തിന് ഇരയാക്കരുത്. ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ മീഡിയകളുള്ളതാണ്. ഫേസ്ബുക്കും ട്വിറ്ററും ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവരെ അധിക്ഷേപിക്കാൻ വേണ്ടി ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കരുത്. പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ തന്നെയാണ് ആത്മീയ ഗുരുക്കന്മാർ, ദേവാലയത്തിലുള്ള വൈദികർ, ദേവാലയത്തിൽ നമുക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ, വേദപാഠം പഠിപ്പിക്കുന്നവർ, സിസ്റ്റേഴ്സ്, നമുക്ക് തലയ്ക്ക് മൂത്തവരായുള്ളവർ, നമ്മൾ പ്രായത്തിൽ നമ്മളെക്കാൾ കൂടുതലായുള്ളവർ, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതിന് പകരം ഇന്ന് അവരുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഉള്ളി തൊലി പൊളിക്കുന്നത് പോലെ തൊലി പൊളിച്ച് അങ്ങനെ അവരെ അധിക്ഷേപിക്കുന്ന ഒരു ട്രെൻഡിന് ഞാനും നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. വിശുദ്ധ ലിഖിതത്തിൽ നമുക്കായി ഒരു സംഭവം നൽകപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങൾ. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് മത്തനായ നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോട് പോയി പറഞ്ഞു. അവൻ ആഘോഷിക്കാനുള്ളൊരു വിഷയമാണ്. ഉദാഹരണം കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അതങ്ങോട്ട് പറഞ്ഞാവുന്ന കുടുംബാംഗങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് നിരത്തി. മറ്റു 2 ആകെ 3 മക്കളുണ്ട് നോക്കട്ടെ. ബാക്കി 2 സഹോദരന്മാർ എന്ത് ചെയ്തു? അവർ വീണ്ടും ഇത് കേട്ടു. അവർ കേട്ട ഉടനെ അടുത്ത വാക്യം, ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത അവർ കണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 രീതിയിലുള്ള പെരുമാറ്റം ഇവിടെ കാണുകയാണ്. ഒന്ന്, വഷളത്തം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പെരുമാറ്റ രീതി. ബോഷ്കും വഷളത്വവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പെരുമാറ്റ രീതി. സ്വന്തം അപ്പനായാലും സ്വന്തം അമ്മയായാലും എന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുഭൂതന്മാർ ആരാണെങ്കിലും അവരെ ദുഷിക്കുക, അവരുടെ കുറവുകൾ പരത്തി അതിൽ സന്തോഷിക്കുക, അവരെ ദുഷിച്ച് പറയുന്നതിൽ ഒരു പ്രത്യേക ആഹ്ലാദം. എന്നാൽ മറ്റു 2 മക്കള് ഷേമും യാഫത്തും അവര് ആദരവും ബഹുമാനവും കലർന്ന പെരുമാറ്റ സ്വഭാവമുള്ളവര്. അപ്പനെ അപ്പൻ്റെ നിലയിൽ ബഹുമാനിക്കുന്നവര്, അമ്മയെ അമ്മയ്ക്കടുത്ത വിധത്തിൽ ബഹുമാനിക്കുന്നവര്, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കാൻ ആ ഒരു വിനയവും വിധേയത്വവും ഉണ്ടായിരുന്ന ആ ഹൃദയത്തോട് കൂടിയവര്. പ്രിയപ്പെട്ട സഹോദരരെ, പഠിപ്പുണ്ടായിട്ടും ഡിഗ്രി ഉണ്ടായിട്ടും പ്രയോജനമില്ല. ഹൃദയത്തിൻ്റെ നിലപാട് പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിൻ്റെ രീതി പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തെ നയിക്കുന്ന ചൈതന്യം പ്രധാനപ്പെട്ടതാണ്. നിന്നെ നയിക്കുന്ന ചൈതന്യം എന്താണ്? ദൈവവചനത്തിന് ഈ ചൈതന്യമാണോ നിന്റെ ഹൃദയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഓരോ തവണയും ഓരോ കാര്യങ്ങൾക്ക്, ഓരോ ഫംഗ്ഷന് പോയി, മീറ്റിങ്ങിന് പോയി, പാർട്ടിക്ക് പോയി, കോൺഫറൻസിന് പോയി, കോഴ്സിന് പോയി, ധ്യാനത്തിന് പോയി, ഇടവകയിൽ പോയി, കുർബാനയ്ക്ക് പോയി, തിരുനാളിന് പോയി, തീർത്ഥാടനത്തിന് പോയി, തിരിച്ചു വരുമ്പോൾ നീ നിന്റെ വാ തുറന്ന് പറയുന്നതും നീ കാണിക്കുന്ന ഗോഷ്ഠികളും നിന്റെ രീതികളും നീ ഒന്ന് ചിന്തിച്ചു നോക്കണം. നിനക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടവർ, നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവർ, നിനക്ക് വേണ്ടി രാപകൽ പണിയെടുത്തവർ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, നിനക്ക് വേണ്ടി വെള്ളം കോരിയവർ, നിനക്ക് വേണ്ടി ചോറ് വെച്ചവർ, നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തവർ, അവരെ നീ എങ്ങനെ മാനിക്കുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ലിഖിതങ്ങൾ പറയുകയാണ്, ഹെബ്രായ 13:7, ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നൽകുവീൻ, അർഹതപ്പെട്ടത് കൊടുക്കണം. ആദരം അർഹിക്കുന്നവർക്ക് ആദരം, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആദരം അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ. നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ,
ചോര നീരാക്കി നമ്മളെ വളർത്തിയ നമ്മുടെ അപ്പൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 4-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് പ്രഭാഷകൻ 3-ാം അധ്യായം 11-ാം തിരുലിഖിതം, പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ ബഹുമാനിതര, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ വേണ്ടി ദൈവം ഈ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്കായി നൽകിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനം അറിയിക്കുന്ന മറ്റൊരു മേഖലയാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. അവിടെ നമ്മളോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സ്ലീഹായിക്ക് തോന്നുമ്പടി വായിക്ക് വന്നത് കോതയ്ക്ക് പാടെന്നുള്ള പറയുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തമായ ഒരു ആഗ്രഹം സ്ലീഹായിലൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളാണിത്. സ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നവരെ അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കുവിൻ. ഇഷ്ടക്കേടോടെ കെറിവിച്ച് മനസ്സോടെ അങ്ങനെ ഉള്ള രീതിയല്ല അവിടെ. ഒരാത്മീയ ബന്ധം, ഇടവക ദേവാലയത്തിലുള്ള ബന്ധം, ശുശ്രൂഷകളിലുള്ള ബന്ധം, അവിടെ ഓരോ കാര്യങ്ങളുള്ള ബന്ധം. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യധികം സ്നേഹത്തോടെ ബഹുമാനം അവിടെ നൽകണം. ഇത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു 1 തിമോത്തി 5:17, സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയുള്ളവർക്ക് ബഹുമാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഒരു കാറ്റഗറിയിലേക്ക് അവരെ ആക്കി വച്ചിരിക്കുകയാണ്. വചനത്തിലും പ്രസംഗത്തിലും സഭയെ ഭരിക്കുന്നതിലിരിക്കുന്ന തിരുസഭ അധികാരികളെ, ഇടവകയുടെ അധികാരികളെ, ആ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ, അവരുടെ ആ ഒരു നിയോഗത്തെ പ്രതി ഞാനും നിങ്ങളും അവർക്ക് അത്യധികം ബഹുമാനം അർഹിക്കുന്ന വിധത്തിൽ അവരെ കാണണം, മാനിക്കണം, ആദരിക്കണം. ഇത് ദൈവത്തിൻ്റെ ഇംഗിതമാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ വചനം ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഇടവകയിലാണെങ്കിലും ഒരു ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുമ്പോഴാണെങ്കിലും ഒരു പൊതുസ്ഥലത്ത് നീ ഇടപെടുമ്പോൾ, നീ വ്യാപരിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മാനദണ്ഡം ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകിയിരിക്കുകയാണ്. പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുക, അവരെ ബഹുമാനിക്കുക. സ്വന്തം അപ്പൻ്റെ പോലെയുള്ളവരെ, സ്വന്തം അമ്മയെ പോലെയുള്ളവരെ, മുതിർന്നവരെ, പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കണം. ദൈവത്തിൻ്റെ വചനം കടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തട്ടെ. ദൈവമേ, അനുഗ്രഹിക്കണമേ കർത്താവേ, തിരിച്ചറിവ് നൽകണമേ കർത്താവേ, തിരിച്ചറിവ് നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, കൃപ ചൊരിയണമേ, ജ്ഞാനം നൽകണമേ, തിരിച്ചറിവ് നൽകണമേ, ഉണർവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കർത്താവ് സജീവനായി എഴുന്നള്ളിരിക്കുന്ന ഈ സമയം ഹൃദയം നുറുങ്ങി ആരെല്ലാം ദൈവത്തെ വിളിക്കുന്നുവോ അവരുടെ എല്ലാം അരികിൽ യേശുവിൻ്റെ അത്ഭുതമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 25-ാം തിരുലിഖിതം, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തമായും നിർമ്മലനോട് നിർമ്മലമായും നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും അവിടുന്ന് ഇടപെടുന്നു. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം നിഷ്കളങ്കതയോടെ യേശുവിനെ വിളിക്കാമോ അത്രമാത്രം ഹൃദയത്തുറവിയോടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവിനെ വിളിക്കുന്നു. കുട്ടികളെ മുതിർന്നവർ യേശുവിനെ വിളിക്കുന്നു, കുടുംബങ്ങൾ യേശുവിനെ വിളിക്കുന്നു, മനസ്സ് തുറന്ന് വിളിക്കുന്നു. യേശുവേ